മൂന്നോ നാലോ സെൻറ്റ് പ്ലോട്ടിൽ ഒരുപാട് വീടുകളുള്ള ഒരു ടൗണാണ് അദ്ദങ്കി, ഒങ്കോൾ, which is in Andhra Pradesh. It's a rural town located in the beach side of Andhra Pradesh. വീട് മനസ്സിൽ കണ്ടതു മുതൽ ഡോക്ടർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ളത്. ഈവൻ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബ്, വെബ്, എവറി സെർച്ചിൽ ഹീ സെർച്ചിങ് അബൌട്ട് കേരള ആർക്കിടെക്ചർ, കേരള ആർക്കിടെക്ട്സ്. സോ ഹീ ഇൻസ്പയർഡ് ഫ്രം അവർ ഡീറ്റെയിൽസ്, അവർ തോട്ട് ഓഫ് ഡിസൈൻസ്, അവർ തോട്ട് ഓഫ് ട്രോപ്പിക്കൽ ടച്ച്. ഇവിടെയുള്ള വീടുകൾ എല്ലാം ഒരുപോലെ തോന്നിപ്പിക്കുന്ന, ഹാവിങ് എ ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈൻസ് with 3 or more lines or 4 pergolas, 5 pergolas, like that. So അതിൽ നിന്നുള്ളൊരു ഡിഫറെൻറ്റ് എലമെൻ്റ് ഉള്ള ഒരു ഡിഫറെൻറ്റ് യുണീക്ക് ആയിട്ടുള്ള ഒരു വീടാണ് ഡോക്ടർ ആഗ്രഹിച്ചിട്ടുള്ളത്. ഹാവിങ് എ ബിഗ് കോൺവെർസേഷൻ ഞങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് എൻ്റർ ആയി. അന്ന് മുതലേ ഞങ്ങൾക്കുള്ളൊരു കേരള എലമെൻറ്റ്സ്, എത്രത്തോളം കേരള എലമെൻറ്റ്സിനല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന വീടുകളിൽ സാമ്യപ്പെടുത്തുന്ന എലമെൻറ്റ്സ് എന്താണോ അതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. ഇവർ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാനിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് റൂംസ്. ദേ ഹാവ് എ ഗ്രിഡ് സിസ്റ്റം, ഹാവിങ് ക്ലോസ്ഡ് റൂംസ്, ക്ലോസ്ഡ് ലിവിങ്, ദെൻ ഡൈനിങ്, ദെൻ കിച്ചൺ, ദെൻ ദിസ് സൈഡ് ഗോസ് ടു ബെഡ്റൂംസ് ആൻഡ് ടോയ്ലറ്റ്സ്. ദിസ് ഈസ് ദ ടിപ്പിക്കൽ പ്ലാൻ പാറ്റേൺസ് ഇൻ ദിസ് ലൊക്കാലിറ്റി. സോ അതിൽ നിന്നും വിഭിന്നമായി കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള, ഈവൻ ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള ഒരു സോർട്ട് ഓഫ് പ്ലാൻ ദേ ആർ എക്സ്പീരിയൻസിങ് ഫസ്റ്റ് ടൈം. ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2 or 3 ടോൺസ്, എർത്തി ആയിട്ട് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കളേഴ്സുകളാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇസ് എ സെപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ഡൈനിങ്. കിച്ചൺ അറേഞ്ച്മെൻറ്റ് തന്നെ ഈ ഒരു നാട്ടിൽ പുതിയതാണ്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്സ് ആയിക്കോട്ടെ, ഈവൻ ഷട്ടറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലാമിനേഷൻസ് ആയിക്കോട്ടെ, ഈവൻ ദാറ്റ് ഓൾ ആർ ന്യൂ ടു ദിസ് ഏരിയ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ദിസ് ആർ കോമൺ ഇൻ കേരള. The same tone we continue towards the first floor master bedroom. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മണ്ണിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു കളറ് തന്നെയായിരുന്നു ക്ലയൻറ്റിനും താല്പര്യം. ഞങ്ങൾ ആ ഒരു ഡിസൈൻ സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അതിലൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഷെയ്ഡ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു.
and in kids bedroom and all we changed it to some sort of light green shade and all. അപ്പോൾ ഇത് വെസ്റ്റ് ഫേസിങ് ആയതുകൊണ്ട് തന്നെ വി ഹാവ് എ ചാലഞ്ച് ഓഫ് ഫേസിങ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഫ്രം ദ വെസ്റ്റ് ഇൻ ദ ഈവനിങ്. സോ നമുക്ക് അതിനെ എങ്ങനെ തടയാം എന്നുള്ളതിൻ്റെ ചിന്തയിൽ നിന്നാണ് വി ഹാവ് ഗോട്ട് എ ഫസാഡ്. ഫോർ ദാറ്റ് ഫസാഡ് വി യൂസ്ഡ് മഡ് ജാലീസ് ദാറ്റ് വി ബോട്ട് ഫ്രം കേരള. ദ അതർ പാർട്ട് ഈസ് ദ നോർത്ത് സൈഡ് ഹാവിങ് എ റോഡ് ബിസൈഡ്. അവിടെ ഞങ്ങൾക്കുള്ള റിക്വയർമെൻറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ടു ഗിവിങ് എ പ്രൈവസി ടു ദ ബാൽക്കണി. സോ ആ ബാൽക്കണിയിൽ ഞങ്ങൾ വെർട്ടിക്കൽ എലമെൻറ്റ്സ് കൊടുത്തു. ആഫ്റ്റർ ദ ഡിസൈൻ കൺഫർമേഷൻ ദ മെയിൻ ചലഞ്ച് വാസ് ഗെറ്റ് ദ മെറ്റീരിയൽസ്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പ്രോജക്റ്റിലും ലോക്കലി പ്രൊക്യൂർമെൻ്റ് ആണ് ചെയ്യാറ്. ബട്ട് ഹിയർ ദ ഡിസൈൻസ്, ദ ക്വാളിറ്റി ഇതെല്ലാം അവൈലബിൾ ആയിരുന്നില്ല. സോ വി തോട്ട് ഓഫ് ബ്രിങ്ങിങ് ഇറ്റ് ഫ്രം കേരള. We visited first time Kerala in 2020. While my first visit, I am impressed with the Malappuram district, especially the architecture, the minimalistic approach of houses and everything. So in 2022, I was planning to buy a house, but after visiting that house, I contacted many architects. But finally, I found a good one in Arc Design Studio. I contacted him. I explained my requirements. And I taken suggestions from my wife with my family. After that first visit, he explained me the way and what are the requirements he taken in a good way. First I thought it is a big task for me, but he made it very smooth. Then we started our journey in 2022 August. Our family was very happy to meet his team, that is Inak Design Studio, and surprisingly he made my dreams come true in reality. We are super excited and so much thanks.